ഹായ്, നമസ്കാരം. ഒരു നാട്ടിൽ കുറേ ആളുകൾക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടുന്ന രീതിയിലൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയതിനും ആ പ്ലാനിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയും അവർക്കെല്ലാം വരുമാനം കൊടുക്കുകയും അവരുടെ കയ്യിലെ പൈസയും ഉപയോഗിച്ച് തന്നെ രാജ്യത്ത് ലീഗലായി ചെയ്യാൻ പറ്റുന്ന നിയമപരമായി റിട്ടേൺഡ് ആയിട്ടുള്ള എഴുതപ്പെട്ടിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതേ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ആർക്കും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരികയും ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും ആർക്കും അതുകൊണ്ടൊരു ഡയറക്റ്റ്ലി അവരെ ഫോക്കസ് ചെയ്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാത്ത രീതിയിലെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് വരുമാനം കൊടുത്തതുകൊണ്ട് ഒരു നാടിന് ആ നാട് ഇപ്പോൾ കേരളം പോലുള്ളൊരു നാട്, തമിഴ്നാട് പോലുള്ളൊരു നാട്, അല്ല ഇന്ത്യ പോലുള്ളൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ പലതരം ക്ലാസിഫൈഡ് ആളുകളുടെ ഇതുണ്ട്, സ്റ്റേജുകൾ. അതായത് അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, പുവർ എന്നൊക്കെ പറയുന്നതിനകത്ത് ഇനി നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇടയിലും ഡിഫറെൻറ്റ് എന്തുണ്ട്, ലേയേഴ്സ് ഉണ്ട്. അപ്പം ഇവരിൽ ഒരുവിധപ്പെട്ട മില്യണേഴ്സും ബില്യണേഴ്സുമായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് സാധ്യതയായ, എന്നാൽ ഈ ബാക്കിയുള്ള എല്ലാ ലെയറിലും പെട്ട എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ബിസിനസ്സായോ വരുമാനം വാങ്ങുന്ന ഒരു മേഖലയായോ എല്ലാവരും ഒരേ കാര്യത്തിലേക്ക് വരില്ല. ബിസിനസ്സായോ ഉൽപ്പന്നം വാങ്ങുന്നവരായോ വരുമാനം വാങ്ങുന്നവരായോ നിത്യ വരുമാനത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായോ എല്ലാ രീതിയിലും ഒരു നിലനിൽക്കാൻ സാധിക്കുന്ന, ഈ കൂടുതൽ മെച്ചങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തി അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ അതിലേക്ക് കസ്റ്റമേഴ്സാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും അടിസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ തറ. കസ്റ്റമേഴ്സ് ഇല്ലാത്ത കമ്പനി എന്ത് കമ്പനിയാണ്? അങ്ങനെ ഒരു കമ്പനിക്കൊണ്ട് ഒരു കാര്യം ആർക്കും ഇല്ല, ആ കമ്പനിക്കും ഇല്ല. കസ്റ്റമേഴ്സിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാർക്കറ്റിംഗ്, വരുമാനം കൊടുക്കുന്നത് ഒക്കെ തീർച്ചയായിട്ടും വരണം. പിന്നെന്തിനാണ് ഒരു ബിസിനസ്? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ലീഗലായിട്ടുള്ള എന്തൊക്കെയാണ് നിയമമുള്ളത്, ബുദ്ധിയും വിവരമുള്ളവർക്ക് മാത്രമേ നിയമം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, എന്തിനാണ് നിയമം എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് വന്നതിന് ഒരാളെ, അത് ചെയ്ത ആളെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തം കൊടുത്ത ഒരു പരനാറി കൊടുത്ത കേസിൽ പിടിച്ചകത്ത് ജയിലിലിട്ടിട്ട് അതായത് ശിക്ഷ വിധിച്ച കുറ്റവാളികൾ, കുറ്റം ചെയ്തത് എന്നതിൻ്റെ പേരിൽ ശിക്ഷ വിധിച്ച കുറ്റവാളികൾ കിടക്കുന്ന ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെ ആ കേസിൽ ഒരു തെളിവും ഉണ്ടായിട്ടില്ല, ഒരു കുറ്റം ചെയ്തതായിട്ടൊരു തെളിവും ഉണ്ടായിട്ടില്ല. കുറച്ച് കള്ളന്മാർ അങ്ങോട്ട് കൊടുത്തതിനേക്കാളും കാശ് ഇങ്ങോട്ട് വാങ്ങിച്ച കള്ളപ്പെടുവകൾ കണ്ട ഊളകളുടെ വാക്ക് കേട്ട് അതിൻ്റെ പേരിൽ കൊടുത്ത കേസിൽ കുറേ കേസുമുണ്ട്. കേസും മാറാപ്പും കെട്ടുമാറാപ്പെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലും കടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് നാളിപ്പോൾ 1 വർഷമായി. ആ മനുഷ്യൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. വിധിയുമില്ല, ഒരു ഗതിയില്ല. കുറേ അധോഗതി ബാധിച്ച കുറേ മനുഷ്യർ മാത്രം ഇവിടെയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന അതിൽ വിശ്വാസമർപ്പിച്ച് അതിൻ്റെ ട്രസ്റ്റ്ഫുൾനെസ്സിലും അതിൻ്റെ വളർച്ചയിലും ഒക്കെ വിശ്വാസം ഉണ്ടായി അതിലേക്ക് ബിസിനസ് പാർട്ട്നേഴ്സായിട്ടും വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടും പലതരത്തിൽ കടന്നു വന്ന ആളുകൾക്കെല്ലാം നഷ്ടമുണ്ടാക്കി വരുമാനം എല്ലാവരുടെയും നിലപ്പിച്ച് നിർത്താൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷം 1 എന്ത് കിട്ടി ഇതുകൊണ്ട്? ആർക്കെന്ത് കിട്ടി? കിട്ടി, ഞാൻ പറയുന്ന പോലെ കിട്ടി. ചില മറ്റു ബിസിനസ് കണ്ട ലോട്ടറി, ചായപ്പൊടി ലോട്ടറി ആക്കുന്നവനും ഗവൺമെൻറ് എന്താണോ തട്ടിപ്പിന് വേണ്ടി കാണിക്കുന്നത്, ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ തട്ടിപ്പാണ്. ലോട്ടറി, പിന്നെ
ഇവിടെ നടക്കുന്ന എല്ലാം തട്ടിപ്പ്. ഈ ഗവൺമെൻറ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം റിയലിസ്റ്റിക്കലി പറഞ്ഞാൽ അംഗീകൃത തട്ടിപ്പുകളാണ്. അതൊക്കെയാണ് യഥാർത്ഥ തട്ടിപ്പ്. പക്ഷെ അംഗീകൃതമാണല്ലോ, അതുകൊണ്ട് അത് തട്ടിപ്പല്ല. അതിനൊക്കെ അതിന് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും അല്ല. അതെന്തായാലും ഈ പാവപ്പെട്ടവരെല്ലാം മദ്യവും വാങ്ങി കുടിക്കും, ഈ ലോട്ടറി വാങ്ങി ഇവന്മാരെ പോറ്റി വിടും. ഇവിടെ ലാഭം ഉണ്ടായിരിക്കുന്നത് കുറേ ആളുകളെ പറ്റിക്കുന്ന ഈ പറഞ്ഞ തട്ടിപ്പ് കമ്പനികൾക്കാണ്. കുറേ യഥാർത്ഥ മണി ചെയിൻ കമ്പനികൾ വിദേശത്തു നിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം കാശ് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട്. ഓരോ ദിവസവും ഓൺലൈൻ പ്ലാറ്റ്ഫോം ആമസോൺ പോലത്തെ കമ്പനിയിലൊക്കെ വരുന്ന ഓർഡറുകൾ, അത് കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകളാണ് ഓരോ ജില്ലയിൽ നടക്കുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? വിദേശത്തേക്ക്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യക്കാരനായ, കേരളീയായ, മലയാളിയായ, ഇവിടെ ജീവിക്കുന്ന, ഒളിച്ചു പോയവനോ ഏതെങ്കിലും രാജ്യത്ത് നിൽക്കുന്നവനോ അല്ല. ഇവിടെ വരുമാനം കൊടുത്തും ഈ നാട്ടിൽ നിന്ന ആളെ പിടിച്ച് ജയിലിലിട്ട് വിശദീകരിക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ടെന്നേ. അത് പിടിച്ചാൽ കിട്ടത്തില്ല, കയ്യിൽ നിൽക്കത്തില്ല, അത്രയ്ക്ക് പറയാനുണ്ട്. അപ്പം ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു എഫിഷ്യൻസി, ക്വാളിറ്റി, അതുകൊണ്ടുള്ള ഗുണങ്ങളുടെയൊക്കെ ഒരു ചിത്രമാണ് ഈ കേസ്. അപ്പോൾ എനിക്ക് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഇത്ര പറയാനുള്ളൂ. സിസ്റ്റത്തിന് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. അത് ഒരു പ്രത്യേക രീതിയിൽ തട്ടിക്കൂട്ടലുകളിലൂടെ വളർന്നു വന്ന് ക്രോഡീകൃതമായ ഒരു സിസ്റ്റം എന്നുള്ളതിൻ്റെ എല്ലാവിധ അപാകതകളും ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ നോക്കുമ്പോൾ ഉണ്ട്. പക്ഷേ ഈ കാലത്ത് 2025 ഇത്രയും ആധുനികമായി വളർന്ന് ലോകം നിങ്ങളുടെ മുമ്പിലെല്ലാം മാറിയിരുന്നത് നിങ്ങളും കാണുന്ന ഈ നാട്ടിൽ, ഈ ലോകത്ത്, ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തരം സിസ്റ്റങ്ങളുടെ എല്ലാം ബാക്കിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറേയൊക്കെ വിചാരിച്ചാൽ ഈ സിസ്റ്റം ഫാസ്റ്റ് ആക്കാൻ പറ്റും. കുറച്ച് നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ അത് കുറച്ച് ഫാസ്റ്റാക്കാനെങ്കിലും ഉള്ള ഫാസ്റ്റാക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് ഫാസ്റ്റാക്കുമെങ്കിലും ചെയ്യാം. ഈ നിയമപരമായി ചെയ്താൽ മതി. അത് ഫാസ്റ്റാക്കി കാര്യങ്ങളെ പിന്നെ ഈ നിയമപരമെന്ന് പറയുമ്പോൾ ആദ്യം നിയമം എന്താണെന്ന് മനസ്സിലാക്കിയെന്ന്, അത് താഴെ തട്ടിലുള്ള ആളുകൾ, ജനങ്ങളായാലും ഉദ്യോഗസ്ഥരായാലും, നിയമത്തിൽ എന്തിനാണ് നിയമം, എന്തിനു വേണ്ടിയാണ് നിയമം, ആർക്ക് വേണ്ടിയാണ് നിയമം, ആരെ സംരക്ഷിക്കപ്പെടാനാണ്, ആരെ ശിക്ഷിക്കാനാണ്, എന്തിന് ശിക്ഷിക്കാനാണ് എന്നൊക്കെ മിനിമം ഇച്ചിരിയെങ്കിലും ചിന്തിച്ചിട്ട് ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിൻ്റെ 1ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കണം നിങ്ങളുടെയൊക്കെ, പ്ലീസ്.